അധികാരം പിടിക്കാൻ ഒരുമിച്ച് നിൽക്കുക, അധികാരത്തിലെത്തിയാൽ അത് കിട്ടാൻ വേണ്ടി അധികാരത്തിന്റെ അപ്പകഷത്തിനായി വടംവലി കൂടുക. ഇതാണ് കോൺഗ്രസ്സുകാരുടെ പൊതുവെയുള്ള നടപ്പ് എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷന് തൊട്ട് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് നടത്തിയ പുതുയുഗ യാത്ര, ആ യാത്ര ഏതാണ്ട് 2 ജില്ലകളൊക്കെ കടന്നു കഴിഞ്ഞു. അവർ ഇപ്പൊ നടത്തുന്നത് തമ്മിലടിയാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. കുറ്റ്യാടിയിൽ നടന്നത്, നമ്മൾ സ്റ്റേജിൽ എന്താണ് നടന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ഒരു നേതാവിനെ മറ്റൊരു നേതാവ് പിടിച്ചു വലിക്കുന്നു, ഒരാൾ ബലം പിടിച്ച് സ്റ്റേജിലേക്ക് വരുന്നു, ഞാൻ പ്രസംഗിക്കുന്നില്ലെന്ന് പറയുന്നു, പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിറകിൽ ഈ ഒരു സംഭവത്തിന് പിറകിൽ ഒരു അജണ്ടയുണ്ടോ എന്ന് നമുക്ക് സംശയിച്ചു പോവേണ്ടി വരും. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിലിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അത് വളരെ പ്രകടമാണ്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF കിട്ടിയ ഒരു അംഗീകാരം. ഇതുവരെ കിട്ടാത്ത പല ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ UDF പിടിച്ചെടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അടുത്ത തെരഞ്ഞെടുപ്പിലും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേറിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമാണ് ഉണ്ടായതെങ്കിലും തുടർന്ന് 2021 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തന്നെയാണ് വിജയിച്ചത്. UDF തീരെ സീറ്റുകൾ കുറയുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ആ തവണത്തെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്, മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തമായിട്ട് UDF പിറകിൽ അണിനിരന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ UDF എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ ഒരു ആവശ്യമായിട്ട് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് LDF ഒക്കെ ആരോപിച്ചത് UDF അധികാരത്തിൽ വന്നാൽ ഭരണം ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും നിയന്ത്രിക്കുക എന്നൊക്കെ. എന്ത് തന്നെ ആയാലും UDF ഒരു മേൽക്കൈ ഉണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ ഡെമോഗ്രാഫി അങ്ങനെയാണ്. കേരളത്തിൽ ഏതാണ്ട് ഒരു 1/3 വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ നല്ലൊരു പിന്തുണ UDF ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. കഴിഞ്ഞ 2016 2021 തെരഞ്ഞെടുപ്പുകളിൽ നല്ലൊരു ശതമാനം മുസ്ലിം വോട്ട് LDF കിട്ടിയിരുന്നു. പക്ഷെ ഇത്തവണ LDF മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ UDF ആയിരിക്കും സാധ്യത എന്നാണ് പൊതുവെ കൽപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ആർക്കാണ് UDF നേതൃത്വം, ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തർക്കമാണ്, അല്ലെങ്കിൽ ആ തർക്കത്തിന് പിറകിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിറകിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഒന്ന് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും ഒന്ന് K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും. അപ്പം ആന്റണിയുടെ അനുയായിയായിട്ടാണ് ഉമ്മൻചാണ്ടിയൊക്കെ അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ 1ാം പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ കരുണാകരൻ ഗ്രൂപ്പുകാരനായ, കരുണാകരൻ പാർട്ടിയായിട്ട് അകന്നു പോയെങ്കിലും ആ ഗ്രൂപ്പിന്റെ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത്. അദ്ദേഹമായിരുന്നു പ്രതിപക്ഷത്തിന്റെ നേതാവ്. പക്ഷെ പല യുവ നേതാക്കളും കളം മാറി ചവിട്ടി അങ്ങനെ പ്രതിപക്ഷത്തിലെ 2ാം നിരക്കാരനായിരുന്ന VD സതീശന് നേതൃത്വം കൈവരികയാണ് ചെയ്തിരുന്നത്. ആ സമയത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവായി. ആ സമയത്ത് KPCC പ്രസിഡന്റായിട്ട് K സുധാകരൻ വരുന്നു. പക്ഷെ സുധാകരനും VD സതീശനും തമ്മിൽ യോജിക്കുന്നില്ല. അവർ സ്റ്റേജിൽ വെച്ച് തന്നെ പരസ്യമായിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. ഒടുവിൽ K സുധാകരൻ രാജിവെച്ച് പോകുന്നു. ആർക്കും അറിയാതിരുന്ന ഒരു സാധാരണ MLA മാത്രമായിരുന്ന സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ നടക്കുന്ന കളികൾ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലുള്ള പോരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരാൾ വളരെ കാര്യമായിട്ട് കേരളത്തിലെ കാര്യങ്ങളിൽ നോക്കി നടത്താൻ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് KC വേണുഗോപാൽ എന്നാണ്. കോൺഗ്രസിന്റെ കരുത്തനായിട്ടുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജ്യസഭയിൽ, രാജസ്ഥാനിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് ജയിച്ചതാണ്. അദ്ദേഹം എന്തിനാണ്
ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ പോയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കാലാവധിയിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. കാരണം 6 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി, ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. അദ്ദേഹം രാജ്യസഭയിൽ അംഗമായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജ്യസഭാ അംഗമായി തന്നെ തുടരാമായിരുന്നു. പക്ഷെ അദ്ദേഹം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വാശിയായിരുന്നു. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിന്റെ നോട്ടം കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. അത് മറ്റു പലർക്കും അറിയില്ലെങ്കിലും കോൺഗ്രസിലെ പല നേതാക്കന്മാർക്ക് അറിയാം. വലിയൊരു ആഗ്രഹമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം വി ഡി സതീശന് നേരെ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ആരാണ്? വി ഡി സതീശന് നേരെ പരസ്യമായി വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ് ഷാഫി പറമ്പിൽ. പക്ഷെ ഉമ്മൻചാണ്ടി പറഞ്ഞ ആളെയല്ല ഷാഫി പറമ്പിൽ KSU യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെയൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കമല്ല, അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ധിക്കരിക്കുകയായിരുന്നു. അവസാന കാലഘട്ടത്തിൽ അസുഖബാധിതനായ ഉമ്മൻചാണ്ടിയെ ധിക്കരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ചെയ്തത്. അദ്ദേഹം ഒരു പുതിയൊരു ഗ്രൂപ്പിനെ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു മൈനോറിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഏറ്റവും അധികം വിമർശനത്തിനൊക്കെ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ്സുകാർക്ക് മൊത്തം നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് തന്നെ ഇനി കോൺഗ്രസിന് അനേകം സീറ്റുകൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് വി ഡി സതീശനെ പോലുള്ള ആളുകൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ തോൽപ്പിക്കാനാണ്, അല്ലെങ്കിൽ വി ഡി സതീശനെ വരച്ച വരയിൽ നിർത്താനാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഈ ഒരു മൂന്നാം ഗ്രൂപ്പ് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ KC വേണുഗോപാലുമായിട്ട് സന്ധി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. KC വേണുഗോപാലാണെങ്കിൽ കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ മാത്രം കേരളത്തിലേക്ക് എത്താം എന്നുള്ള നിലപാടിലാണ്. അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിൽ എന്തെങ്കിലും കാരണവശാൽ UDF ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി KC വേണുഗോപാൽ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് പല PCCകളായിട്ടൊന്നും അദ്ദേഹത്തിന് നല്ല ബന്ധമല്ല. പലരും അദ്ദേഹത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലരും അദ്ദേഹത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചത് കൊണ്ടാണ് കോൺഗ്രസ് വിട്ടത് എന്ന് പറയുന്നു. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി ഒരു മാസ് പുള്ളറല്ല, അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വേണ്ടി എത്രയോ തവണ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചിട്ടും ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്ക വരണം എന്നുള്ളൊരു ആവശ്യം വളരെ സജീവമായിട്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്കയെ കൊണ്ടുവരണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പ്രിയങ്ക നേതൃത്വത്തിലേക്ക് വരാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഒറ്റയടിക്ക് പ്രിയങ്ക നേതൃത്വത്തിൽ വരുന്നതിന് പകരം, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏറ്റവും കീ പോസ്റ്റിൽ വരുന്നതിന് പകരം കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആവാൻ പ്രിയങ്കയെ ക്ഷണിക്കുന്നു. പതുക്കെ പ്രിയങ്ക നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് രാജ്യത്ത് അധികാരമൊന്നുമില്ല. ആകെ ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും മാത്രമാണ് അധികാരമുള്ളത്. ഇനി കേരളത്തിന് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിലെ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരവസരവും KC വേണുഗോപാൽ പാഴാക്കില്ല എന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് മത്സരരംഗത്ത് വരാൻ സാധ്യതയില്ല. കാരണം ജയിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഇടതുപക്ഷം വളരെ ശക്തമാണ്. കോൺഗ്രസിനകത്തുള്ള ബുദ്ധിജീവികൾ, ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലൊക്കെ കോൺഗ്രസിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും. അവർക്ക് വടക്കൻ ജില്ലകളിൽ CPMന്റെ കുറെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റും. കാരണം മുസ്ലിം വോട്ട് നന്നായിട്ട് അവർക്ക് കിട്ടും. കോഴിക്കോട് ജില്ലയിലാണെങ്കിലും, കണ്ണൂർ ജില്ലയിലെ ചില സീറ്റുകളാണെങ്കിലും, വയനാട്ടിലാണെങ്കിലും അവർക്ക് സീറ്റുകൾ കിട്ടും. മലപ്പുറത്ത് ഏതാണ്ട് എല്ലാ സീറ്റുകളും കിട്ടും. പക്ഷേ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ ശക്തമായ തിരിച്ചടി ഉണ്ടാവും. ആലപ്പുഴയിലും തിരിച്ചടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ എത്താൻ കഴിയാനുള്ള സാധ്യത, UDFന് അധികാരത്തിൽ എത്താൻ ഉള്ള സാധ്യത ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ കേരളം ഒരു ഹങ് അസംബ്ലിയിലേക്ക് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇടതുപക്ഷത്തിന് വീണ്ടും ഒരു മൂന്നാമൊരു ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. ഏതായാലും UDF അധികാരത്തിൽ വരുന്ന പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ഒരു വെയിറ്റിംഗിൽ നിൽക്കുകയാണ്. അധികാരം കിട്ടുകയാണെങ്കിൽ KC വേണുഗോപാൽ അന്തരം ഇടിച്ചു കയറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ VD സതീശനെതിരായിട്ടുള്ള ഷാഫി പറമ്പിലേക്ക് ഒരു KC വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു കളിയാണ്. ആ കളിയുടെ ഒരു ചെറിയൊരു ഷോ മാത്രമാണ് കുറ്റ്യാടിയിൽ നടന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്.